മോനെ പറഞ്ഞോളൂ. മോനെ എവിടെയുള്ളതാ? ഞങ്ങളാണോ? ആ വീട് എവിടെയാന്നാ ചോദിച്ചേ. ഞങ്ങളെ വീട് എന്റെ വീട് തറയിലുള്ളത് ആന്റി. അല്ലാതെ എന്റെ വീട് നിങ്ങളുടെ വീടിനടുത്തായിരിക്കോ? നിസ്സാരക്കാരല്ല, ഇവരൊന്നും വിട്ടുപറയുന്ന ലക്ഷണമില്ല. ബാക്കി രണ്ടുപേരോട് ചോദിക്കാം. ഇവരെല്ലാരെക്കാളും മൂത്തുകുട്ടി നീയല്ലേ മോളെ? അതെ. അത് നിങ്ങളെല്ലാരും എവിടെയുള്ളതാ? എങ്ങോട്ടാ പോകുന്നേ? മുതിർന്നവരാരും കൂടെ ഇല്ലാതെ നിങ്ങളത് എങ്ങോട്ടാ പോകുന്നേ? ആന്റി പ്ലീസ്, കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുക പ്ലീസ്. ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ. ഇവരോട് ഇങ്ങനെ ചോദിച്ചാ പറയാനൊന്നും പോകുന്നില്ല. ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കണം. ചിലപ്പോ നമ്മളെ കണ്ട് പേടിച്ചിട്ടായിരിക്കൂടി. എന്താ പേടിയോ? ഇവരെ കണ്ടാ പേടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കറക്റ്റാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശരി, അപ്പൊ ഞങ്ങൾ പോവാണേ. ബൈ. നിങ്ങളൊക്കെ ആരാന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. മുതിർന്നവരാരും കൂടെ ഇല്ലാതെ നിങ്ങളെല്ലാരും റോട്ടിൽ എന്താ ചെയ്തോണ്ടിരുന്നേ? നിങ്ങളോടാ ചോദിക്കുന്നേ, പറയാൻ. ആ, എന്തിനാ നിങ്ങളോട് പറയുന്നേ? ഡോർ ഓപ്പൺ ചെയ്, ഞങ്ങൾ പൊയ്ക്കോളാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയാതെ ഈ റൂമിന്റെ പുറത്തു പോയില്ല. പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോലീസിനെ വിളിക്കാം. ബാക്കിയൊക്കെ പോലീസുകാര് നോക്കിക്കോളും. നിങ്ങളുടെ ഡീറ്റെയിൽസ് പിന്നെ വീട്ടുകാരുടെ നമ്പറും തന്നാ നിങ്ങളുടെ വീട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് വിടാം. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ പറയില്ല. ഒന്നും മിണ്ടായിരിക്കേ, ഇല്ലെങ്കി ഇപ്പൊ പണി കിട്ടും. ഇതുപോലുള്ള സിറ്റുവേഷനിൽ നമ്മൾ പേടിക്കാൻ പാടില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. നിനക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പോലീസിനെ ഇൻഫോം ചെയ്താ അവര് വന്ന് വേണ്ട വിധത്തില് കൈകാര്യം ചെയ്തോളൂ. കരുണ, ഫോൺ ചെയ്. ആന്റി പ്ലീസ്, ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾക്ക് അർജന്റായിട്ട് പോണം. രാവിലെ മുതൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. എനിക്ക് സോറി ഒന്നും വേണ്ട. നിങ്ങളുടെ പാരന്റ്സിന്റെ നമ്പർ വേണം. പ്ലീസ് ആന്റി. പ്ലീസ് ആന്റി. പ്ലീസ് ആന്റി. വേണ്ട ആന്റി, വിളിക്കണ്ട. 98. എന്തിനാ പറഞ്ഞേ? പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അഞ്ചു, നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഇന്ന് തന്നെ കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ എന്റെ മരണം ഉറപ്പാ. അയ്യോ അമ്മ, മരിക്കാനിരിക്കുന്ന എന്നെ നീയും കൂടെ കൊല്ലുവാണോടാ? എടാ വൃത്തികെട്ടവനെ, നിനക്ക് ഇത് തന്നെയാണോ ജോലി? നിന്റെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ. നീ എന്തിനാടാ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് ബോധമുണ്ടോടാ? നിനക്ക് മാനവും മര്യാദയില്ലല്ലോടാ. ആരാ നിങ്ങള്? വിളിക്കുന്നത് ആരാണെന്ന് ചോദിക്കില്ലേ? ഇവിടെ എന്റെ കൂടെ 4 കുട്ടികളുണ്ട്. അവര് നിങ്ങളുടെ ഫോൺ നമ്പറാ തന്നെ. ഇവര് നിങ്ങളുടെ കുട്ടികളാണോന്ന് അന്വേഷിക്കാൻ വിളിക്കുമ്പോ ഭ്രാന്ത് പറയുന്നോ? കുട്ടികളോ? അവരെന്റെ കുട്ടികളാണ്. രാവിലെ മുതൽ അന്വേഷിച്ചോണ്ടിരിക്കായിരുന്നു, കിട്ടിയില്ല. അങ്ങനെയാണോ? ആ, ലൊക്കേഷൻ ഇപ്പൊ അയക്കാം. ഇവിടെ വന്നിട്ട് വിളിക്ക്. ആ, ഞാൻ കുട്ടികളെ കൂട്ടിയിട്ട് വരാം. ശരി മാഡം, താങ്ക് യു സോ മച്ച്.
മാഡം, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നു മാഡം. ആ ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. വാ. ഒരുപാട് കഷ്ടപ്പെട്ട് ബ്രെയിൻ യൂസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് പുറത്തു വന്ന് ഞങ്ങള് വിചാരിച്ച കാര്യം നടക്കാൻ അടുത്തെത്തിയപ്പോ ഞങ്ങള് തടഞ്ഞു. നിങ്ങള് ഓർത്തു വെച്ചോളാം. ഞങ്ങള് ആ ഓർത്തു വെച്ചോ. തൽക്കാലം വാ. വരാനല്ലേ പറഞ്ഞത്? നിങ്ങള് ഒരിക്കലും മറക്കില്ല. എന്താ ആലോചിക്കുന്നേ? നമ്മളെ കുട്ടികളെ പറഞ്ഞയക്കുന്നതേ അത് കറക്റ്റ് ആണോടെ? കറക്റ്റ് ആണെങ്കിലോ അല്ലെങ്കിലോ അവരുടെ വീട്ടുകാരെ ഏൽപ്പിച്ചാ നമ്മുടെ ജോലി കഴിഞ്ഞു. വാ. അങ്കിളെ, രാഘവൻ അങ്കിളെ, നിങ്ങളോ? വീണ്ടും നിങ്ങളായിരുന്നു? ഇദ്ദേഹത്തിനെ നിനക്ക് നേരത്തെ അറിയോ? ആ ദ ഗ്രേറ്റ് വീര പരാക്രമി രാഘവൻ. അല്ലല്ല, ജസ്റ്റ് രാഘവൻ. കുട്ടികളെ ചീത്തയൊന്നും പറയരുതേ. ഓൾറെഡി അവരാകെ പേടിച്ചിരിക്കുക. ആര് പേടിച്ചിരിക്കുകയാണെന്ന്? ഇവര് പേടിക്കാനോ? അയ്യോ, ഇവര് കുട്ടികളെ അല്ല, പിശാചുക്കളാണ്. അയ്യോ, ഇന്ന് ഇവര് ചെയ്ത ദ്രോഹത്തിന് മെന്റലായും ഫിസിക്കലായും ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമോ? കാലത്ത് മുതൽ ആഹാരം പോലും കഴിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല അങ്കിളെ. ഹെൽത്ത് വീക്കായി പോവും. നിങ്ങളെ വഴക്ക് പറയാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. പോവാം, വേഗം പോയി കാറി കയറിക്കോ. പെന്ന് വാങ്ങണം. അഞ്ജലി മോളെ, നീ വരുന്നുണ്ടോ? അതോ പെണ്ണെന്തെങ്കിലും വാങ്ങാനുണ്ടോ നിനക്ക്? വാങ്ങിയിട്ടുണ്ടെങ്കിലേ. അമ്മുമോളെ, അഞ്ജലി മോള് തനിയെ പോയത് കണ്ടില്ലേ? കൂടെ ചെല്ല്. മോനെ ആനന്ദ ബുദ്ധിജീവി, നിനക്ക് എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. അത് പെൺകുട്ടികൾ തനിച്ചു പോവാൻ പാടില്ലല്ലോ അങ്കിൾ. അങ്ങനെയാണോ? ചെല്ല്. ആകാശ് മോനെ, നിനക്ക് ഡയലോഗിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതിന്റെ ആവശ്യമില്ല അങ്കിൾ. നിങ്ങളോട് എങ്ങനെ താങ്ക്സ് പറയണമെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല മാഡം. അയ്യോ, അതൊന്നും സാരല്ല. എന്ത് സാരമില്ലെന്ന്? മിലിറ്ററി ആണെന്നല്ലേ പറഞ്ഞേ. സൈന് വാങ്ങിത്തരാൻ പറ. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. നിങ്ങളുടെ സാറ് ഇപ്പൊ പുതുതായിട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ടില്ലേ? അതെയല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. എന്നെ ഒന്ന് സഹായിക്കോ? ശരി മാഡം, നാളെ റെജിമെന്റിലേക്ക് വന്നോളൂ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? അയ്യോ, അവര് കുട്ടികളല്ല, കുട്ടി പിശാചുക്കളാ. ഇനി എന്തു കുരുത്തക്കേട് ഒപ്പിക്കുമെന്തോ. ഞാൻ പൊയ്ക്കോട്ടെ മാഡം. എല്ലാരും വണ്ടി കയറിയോ ഇല്ലയോ? കുട്ടികളെ ഇതുവരെ കണ്ടില്ലല്ലോ. മഹേന്ദ്രനോട് പറയുന്നതായിരിക്കും ശരി. നമുക്കങ്ങ് പറയാം. രാവിലെ മുതൽ കുട്ടികളെ കാണാത്തത് കൊണ്ട് എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഓ, ഈ ടെൻഷനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞ മഹേന്ദ്രൻ എന്നെ കൊല്ലാനും മടിക്കില്ല. മഹേന്ദ്രനോടെല്ലാം പറയുന്നതാ നല്ലത്. അയ്യോ, ഇന്ന് ഈ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാവുന്ന ഉറപ്പാ. എന്തായാലും
ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാ. മഹേന്ദ്ര മഹേന്ദ്ര എന്തുപറ്റി? അങ്കിൾ എന്തോ പറയാനായിട്ട് വന്നതല്ലേ? പറഞ്ഞോളൂ. നീയും എന്തോ പറയാൻ വേണ്ടി വന്നതല്ലേ? നീ തന്നെ പറഞ്ഞു. ആരെങ്കിലും ഒരാളൊന്ന് പറയും. നിനക്ക് അറിയാവുന്ന കാര്യം ഒന്ന് പറ മോളെ. നിനക്കറിയാവുന്ന കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുമ്പോ ഒരു പക്ഷേ ഇവരറിഞ്ഞിരിക്കുവോ? എന്തറിയാന്ന്? എന്താ പറയാൻ വന്നെന്ന് വെച്ചാൽ അതൊന്ന് പറയേ. ഞാനാണെങ്കിൽ ഇവിടെ കുട്ടികൾ വന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക. മഹേന്ദ്ര, അത് ദൈവമേ, നീ തന്നെ എല്ലാരെയും രക്ഷിക്കണേ. കുട്ടികള് കുട്ടികൾ വന്നെന്ന് തോന്നുന്നു. ഗുപ്ത, ഗുപ്ത, എന്റെ കുട്ടികൾ വന്നു. എടോ മനുഷ്യ ജന്മമേ, ഇന്ന് ഈ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് നിങ്ങളെ കൊണ്ട് നക്ഷത്രം എണ്ണിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ക്ഷീണം തോന്നുന്നു അല്ലേ? എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ ഭഗവാനെ. നടക്ക് നടക്ക് നടക്ക്. ഗോഡ്. ഈശ്വര, എന്റെ കുട്ടികള് ഭദ്രമായിട്ട് വീട്ടിലെത്തി. എക്സിബിഷൻ കാണാൻ പോയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നോ? നിങ്ങളെ കാണാതായപ്പോ എന്തുമാത്രം ടെൻഷൻ ആയെന്നറിയോ? എന്തെങ്കിലും കഴിച്ചോ? ശരി ശരി, ലേറ്റായി. പൊയ്ക്കോ പൊയ്ക്കോ. നന്നായി ഫുഡ് കഴിക്കണേ, സൂക്ഷിച്ചു. എക്സിബിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കാണേണ്ടതെല്ലാം കണ്ടല്ലോ അല്ലേ? ഡാഡി എന്താ എക്സിബിഷൻ എന്നൊക്കെ പറയുന്നേ? ഡാഡി എക്സിബിഷൻ അത് തന്നെ. നിങ്ങൾ സ്കൂളിൽ നിന്ന് നേരെ എക്സിബിഷൻ അല്ലേ പോയത്? അവിടെ എൻജോയ് ചെയ്തോന്നാ ഡാഡി ചോദിക്കുന്നേ. എക്സിബിഷനോ? ഭയങ്കര രസകരമായിരുന്നു സാർ. കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു എന്നറിയില്ല. എനിക്കത് വളരെ രസകരമായിരുന്നു. ഒരേ എൻജോയ്മെന്റ്. അകത്തോട്ട് വാ, ഞാൻ വെച്ചിട്ടുണ്ട്. ചേച്ചി, എനിക്ക് കണ്ടിട്ട് ഇവിടെ അച്ഛന് പോയിട്ട് ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാന്നാ. അതേടാ. നല്ല ടയേർഡായിട്ടിരിക്കുമല്ലേ? പോയി ഫ്രഷ് ആയിട്ട് വാ, ഭക്ഷണം കഴിക്കാം. മൂക്ക് മുട്ട കഴിച്ചു. ഇനി എവിടെയാ വേറെ സ്ഥലമുള്ളത്? ഡാഡി, ഞങ്ങള് പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിച്ചു. കഴിച്ചായിരുന്നോ? നല്ലവണ്ണം കഴിച്ചിരിക്കും. എന്നെ നടു റോഡിൽ അലയാൻ വിട്ടിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കും. എന്നാ പിന്നെ ഫ്രഷ് ആയിട്ട് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ് ഡാഡി. അച്ഛാ, എന്നാ നമുക്ക് കഴിക്കാം. ശരി മോനെ. മക്കളെ, ഇപ്പോഴേ പോയി കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. വേഗം ചെല്ല്. ശരി മുത്തശ്ശ. വരൂ വരൂ, റൂമിൽ പോയി എല്ലാവരും റെസ്റ്റ് എടുത്തോളൂ. വാ അച്ഛാ. യവന് വേറെ പണിയൊന്നുമില്ലേ? ഹലോ ഹലോ സാർ, സാർ എവിടെയാ? നരകത്തിലാ ഉള്ളത്. നീ വരുന്നുണ്ടോ? അവിടെ സ്റ്റോപ്പ് ഇല്ല സാർ. എന്താ കളിയാക്കുകയാണോ? നീ ആരടാ എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കാൻ? എനിക്ക് ഒരു ലോണിന്റെ ആവശ്യമില്ല. ഏയ്, നിങ്ങൾക്ക് എന്താ വട്ടാണോ? ഞാൻ ലോൺ കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞോ? 4 കുട്ടികള് മൂന്നാറിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഈ നമ്പറാ തന്നത്. ബസ് വന്നു കഴിഞ്ഞ് കുട്ടികളെ കാണാനില്ല. അത് പറയാൻ വേണ്ടിട്ടാ ഫോൺ ചെയ്തത്.
രാവിലെ മുതൽ ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചോണ്ടിരുന്നത്? ആ കുട്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ല. എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് എന്റെ നമ്പറാണോ കൊടുത്തത്? അങ്ങനെങ്കിൽ നിങ്ങൾ കുടുങ്ങുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ലേ? ആഹാ, അതെന്താ? അത് പിന്നെ അങ്കിളിന്റെ ബുദ്ധി വെച്ച് ഫോണിൽ ആരെങ്കിലും വിളിച്ചാ നിങ്ങൾ എങ്ങനെയാ സംസാരിക്ക? മാത്രമല്ല ഞങ്ങളെ കാണാതിരിക്കുന്ന ടെൻഷനില് അവരെന്ത് പറഞ്ഞാലും അങ്കിള് കേക്കില്ലെന്ന് അറിയാന്നോണ്ടാ അങ്കിളിന്റെ നമ്പർ കൊടുത്തേ. അയ്യോ അയ്യോ, എന്നെ പറ്റി എന്നേക്കാൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നു. നീ മൂന്നാറ് പോകുന്നു എന്ന് എന്നോട് പറഞ്ഞത് ഈ മരമണ്ടന് മനസ്സിലായില്ല. അതിനുള്ള കഴിവും എനിക്കില്ലായിരുന്നു. രാവിലെ മുതലേ നിങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ? കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. ഇവർക്ക് എത്ര ദുഃഖമുള്ളതുകൊണ്ടാ ആരോടും പറയാതെ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. ശത്രുവിന് പോലും ഇതുപോലൊരു ദുഃഖം ഉണ്ടാവരുത്. പക തീർക്കാനുള്ള പാമ്പിനെ പോലെ ഇവള് കുഞ്ഞുങ്ങളുടെ പിറകെ പോകുന്നാ തോന്നുന്നേ. ഇവൾ കുട്ടികളെ എന്ത് ചെയ്യാൻ പോകുന്നോ എന്തോ. ദൈവമേ, നീ തന്നെ കാത്തോളണേ. മാഡം, എല്ലാവരും ഉറങ്ങിയോ? അതെ മാഡം, എല്ലാവരും ഉറങ്ങാൻ പോയി. കുട്ടികൾ ഉറങ്ങി മാഡം. മാഡം, എല്ലാവരും കഴിച്ചു. മാഡം വന്ന് കുറച്ചെങ്കിലും കഴിക്കും മാഡം. വേണ്ട, ഞാൻ കഴിക്കില്ല. ഈ വിശപ്പ് ഇങ്ങനെ ഇരുന്നാ മാത്രമേ അവര് ചെയ്തു കൂട്ടി ഈ കാര്യങ്ങളും എനിക്കുണ്ടായ ടെൻഷനും ഞാൻ മറക്കാതിരിക്കും. കുട്ടികളായതുകൊണ്ട് പോട്ടേന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അവര് ചെയ്തതിന് എനിക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വന്നേനെ. ഇവരെ ഇവിടുന്ന് പുറത്താക്കി എനിക്ക് മഹേന്ദ്രന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതുമ്പോ എന്റെ അടുത്തുനിന്ന് മഹേന്ദ്രനെ എന്നേക്കുമായി അകറ്റി നിർത്താമെന്ന് അവർ വിചാരിച്ച. അതുകൊണ്ട് ഞാനെന്താ മിണ്ടാതിരിക്കണോ? മഹേന്ദ്രൻ എനിക്ക് സ്വന്തമാവണം. അത് സാധിച്ചെടുക്കാൻ എത്ര വലിയ തെറ്റ് ചെയ്യാനും എനിക്ക് മടിയില്ല. എത്ര പേരെതിരെ വന്നാലും അതിനെ മറികടക്കും. എന്തു പറ്റി? മഹി ഒരുപാട് ദേഷ്യത്തിലാണല്ലോ. മഹേന്ദ്രനോട് എനിക്ക് എന്റെ മനസ്സ് നിറയെ ഒരിക്കലും അടങ്ങാത്ത പ്രണയമാണ്. അതുകൊണ്ടാ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ എനിക്ക് ഒരുപാട് നേരിടേണ്ടി വരുന്നത്. എന്റെ വിജയം തന്നെ മഹേന്ദ്രനാകുന്നതുകൊണ്ട് ഏത് പരീക്ഷയും ഞാൻ ജയിക്കുമെന്ന് ആ ദൈവത്തിന് പോലും അറിയില്ലെന്ന് തോന്നുന്നു. മുഴുവൻ സമയവും മഹേന്ദ്രന്റെ കൂടെ നിന്ന് മഹേന്ദ്രന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ ഞാൻ തിരിച്ചു കൊടുക്കും. മഹേന്ദ്രന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ന് ആ കുട്ടിപ്പിശാചുക്കള് കാരണം എന്റെ സ്വപ്നം നടക്കാതെ പോയേനെ. കുട്ടികളെ ഞാനങ്ങനെ വെറുതെ വിടാനാ? ഇപ്പോ എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്ന മാഡം? എനിക്ക് മഹേന്ദ്രന്റെ മനസ്സിൽ കയറി പറ്റണമെങ്കിൽ മഹേന്ദ്രന്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടാവണം. അതല്ലാതെ ഈ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയിരുന്നാ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാ എനിക്കും മഹേന്ദ്രനും ഇടയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആ കുട്ടികളെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇവിടുന്ന് അവരെ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കണം. വീട്ടിലുള്ളവര് അത്രയും ദൂരമുള്ള സ്കൂളിൽ അയച്ചതിന് ഒരുപാട് എതിർപ്പുകൾ സാറിനോട് കാണിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോ ഹോസ്റ്റലിൽ അയക്കാൻ മറ്റുള്ളവർ സമ്മതിക്കോ? ഞാൻ പറഞ്ഞ അവര് സമ്മതിക്കില്ല. പക്ഷെ മഹേന്ദ്രൻ പറഞ്ഞ അവര് സമ്മതിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ ചോദിക്കുന്നവരുടെയും വേണ്ടാന്ന് പറയുന്നവരുടെയും വായടഞ്ഞോളൂ. വലിയ സാറ് ഹോസ്റ്റലിൽ അയക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാ? ചോദിക്കണം.
ഞാൻ ചോദിപ്പിച്ചിരിക്കും. നീ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യ. അതിനുശേഷം ഈ മഹേശ്വരിയുടെ തനി സ്വരൂപം നിനക്ക് കാണാം. നാളെ നീ അവർക്ക് അലാറം വെക്കരുത്. അവര് സാധാരണ എഴുന്നേൽക്കുന്നത് പോലെ വൈകി എഴുന്നേറ്റോട്ടെ. അവര് നാളെ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്നത് ഒരുപാട് വൈകിട്ടായിരിക്കണം.